നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അത് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് വളവുകളിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ലെഫ്റ്റ് ഉണ്ടാകാൻ റൈറ്റ് ഉണ്ടാകാം, വളവുകളിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുക, കൃത്യമായിട്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തൊരു വാഹനം ഓടിക്കുന്നതിനെ പറ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തുടക്കക്കാരായ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അറിയാവുന്ന ആരും ഇത് കാണണ്ട, കാരണം നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. യൂട്യൂബ് കാണുന്നവർ ഫേസ്ബുക്ക് കാണണ്ട, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം കാണുന്നവർ യൂട്യൂബും കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വളവുകളിൽ ഒരു വാഹനം ഓടിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഒരു റോഡാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ ഇത് കണ്ടില്ലേ, എനിക്ക് മുൻപിലേക്ക് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് റോഡുണ്ട്, റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. എനിക്ക് ലെഫ്റ്റിലോട്ടുള്ള റോഡാണ് പോകേണ്ടത്. പക്ഷെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ലെഫ്റ്റ് സൈഡിലെ റോഡ് കാണുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, നിങ്ങൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ തിരിക്കാൻ തുടങ്ങരുത്. നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വല്പം വൈഡ് ആക്കണം. എങ്ങോട്ട്? റൈറ്റ് സൈഡിലേക്ക് വൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാം. അപ്പൊ നമ്മൾ റോഡിനകത്താണ്. അപ്പൊ വൈഡ് പോകാതെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ടും പോകാതെയും ലെഫ്റ്റ് സൈഡിലോട്ട് പോകാതെ നമുക്ക് കൃത്യമായിട്ട് വാഹനം എടുക്കാം. ഉദാഹരണത്തിന് എന്റെ മുൻപിൽ ഒരു വളവുണ്ട്, ലെഫ്റ്റ് സൈഡിലോട്ടുള്ള വളവാണ്, നേരെ സ്ട്രെയിറ്റിലോട്ടാണ്. എനിക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് വരുന്ന സമയത്ത് ലെഫ്റ്റ് കലങ്കാണ് കയറി പോകേണ്ടത്. നിങ്ങളിപ്പോ ഈ ഒരു സൈഡ് തന്നെ, നമ്മുടെ സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആണ്, ആ ലെഫ്റ്റ് സൈഡ് തന്നെ ആദ്യമേ ചേർന്ന് പോകരുത്. നമുക്കിപ്പോ ലെഫ്റ്റ് സൈഡ് കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വല്പം സെന്ററിലൊക്കെ ഒച്ചിരി വൈഡ് ആക്കുക, റൈറ്റ് സൈഡിലോട്ട് വൈഡ് ആക്കി കാണുന്നതിനനുസരിച്ച് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി കാണുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വാഹനത്തെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ജഡ്ജ് ചെയ്ത് കൃത്യമായിട്ട് തട്ടാതെ തന്നെ ഇതുപോലെ നമുക്ക് എടുക്കാൻ കഴിയും. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, അതിയായ ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്ന, ഗ്യാരണ്ടി തരുന്നത്, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്ത് പ്രാക്ടീസ് പോയതല്ലേ, പ്രായം കൊണ്ടാണ് നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് ഞാൻ വാഹനം പഠിച്ചതാ, ഡ്രൈവിംഗ് പഠിച്ചതാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു, സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സെറ്റിൽ പോലും കയറുന്നില്ല. എന്നാൽ പഠിച്ചാണ് നമ്മൾ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നത്. വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനം ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ അക്കൗണ്ട്. അതുപോലെ തന്നെ നമ്മൾ റൈറ്റിലോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും റൈറ്റ് സൈഡ് ചേർന്ന് തന്നെ വരരുത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത് കാണിച്ച് നിങ്ങളത് മനസ്സിലാക്കി വിചാരിക്കുന്നു. നമുക്ക് റൈറ്റിലേക്കാണ് പോകണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ തിരിയുക. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു വാഹനം ചതുരത്തിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു വണ്ടി കിട്ടുന്നില്ല, സർക്കിൾ രീതിയിലേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് സർക്കിൾ ആക്കി കൊടുത്താൽ നമുക്ക് ചതുരത്തിൽ കയറി വരാം. അതേസമയത്ത് നമ്മൾ ചതുരത്തിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ നമുക്ക് സർക്കിളായിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചതുരത്തിൽ കിട്ടാതെ വരും. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലോട്ട് വണ്ടി പോകും, നമുക്ക് ഒടിഞ്ഞ് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സർക്കിളാക്കി വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഓരോരുത്തരും തിരിയാൻ. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് റൈറ്റിലേക്ക് കയറണമെങ്കിൽ ലെഫ്റ്റ് ആക്കി റൈറ്റ് തിരിയുക, ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ റൈറ്റ് ആക്കി ലെഫ്റ്റ് തിരിയുക. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടും ഒരു വണ്ടി ഏത് വളവിനും നമുക്ക് ഓടിക്കാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വളവുകളിൽ വരുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, 5-ലോ 4-ലോ ഇട്ട് ഓടിക്കാൻ നിൽക്കരുത്. നമുക്ക് വളവാകുമ്പോൾ നമുക്ക് ഫ്രണ്ട് കാണുന്നില്ല. നമുക്കിപ്പോ അവിടെ വരെ സ്ട്രൈറ്റ്, നമുക്ക് അവിടെ വരെ കാണാം, അവിടെ വരെ നമുക്ക് എത്ര സ്പീഡ് വേണേലും ആക്കാം, നമുക്ക് തടസ്സങ്ങളില്ലെങ്കിൽ. അതേസമയത്ത് വളവ് വരുന്ന സമയത്ത് നമുക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓടരുതെന്ന് പറഞ്ഞാൽ ഉദ്ദേശം എല്ലാ ഗിയറിലും പെട്ടെന്ന് സ്പീഡ് കൂട്ടി ഓടിക്കരുത്. നമ്മളപ്പം സെക്കൻഡ് ഗിയറിലൊക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ തുടക്കക്കാർക്കൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കൺട്രോൾ ചെയ്താൽ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ഒരു സെക്കൻഡ് ഗിയർ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ വളവുകളൊക്കെ തിരിക്കുക. അപ്പൊ നമുക്ക് സെക്കൻഡ് ഗിയർ ആവുമ്പോൾ നിൽക്കാതെ തന്നെ സ്പീഡ് കുറയ്ക്കാനും പറ്റും, നിൽക്കാതെ തന്നെ സ്പീഡ് കൂടാതെ തന്നെ നമുക്ക് ആ ഗിയർ തന്നെ എടുക്കാനും സാധിക്കും. ഇപ്പൊ എനിക്ക് റൈറ്റിലേക്ക് പോകണം, എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ആ സ്കൂട്ടി ചെയ്തുപോലെ അങ്ങനെ ചെയ്യരുത്. ഒരു കാരണവശാലും ഇവിടെ സൈഡ് ഉണ്ട്, ആ സൈഡോട്ട് ചേർത്ത് എന്ത് ചെയ്യുന്നത്, അങ്ങനെ എടുക്കാൻ, കാരണം അവിടെ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡാണ് അത്. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് എന്ത് ചെയ്യുക, നിൽക്കുക,
ഇപ്പൊ നമുക്ക് ടി ജംഗ്ഷൻ പോലാണ്. ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഇത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇതുപോലെ തിരക്കുള്ള റോഡിലോട്ട് വരുന്ന സമയത്ത് എവിടെ വരുമ്പോഴാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്, ഫ്രണ്ട് കയറി പോകുന്ന പോലെ തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകാതെ നിങ്ങൾ ഷോൾഡർ ചരിച്ച്, നിങ്ങൾ സീറ്റിൽ തന്നെ ചാരിയിരിക്കുക, ഷോൾഡർ ചരിച്ച് രണ്ട് സൈഡിലും കാണത്തക്ക വലുത് കണ്ടില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് പോകുന്നത്, കാരണം നമ്മുടെ വഴികൾ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു രീതി വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഇങ്ങനെ പോകാൻ. ഈ രണ്ട് സൈഡിലും വണ്ടികൾ നോക്കി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇങ്ങനെ കണ്ണ് നിർത്തുക. അപ്പൊ നമ്മുടെ ഷോൾഡർ ചരിച്ച് എപ്പോ കാണുന്നോ അതായിരിക്കും ആ റോഡിന്റെ എൻഡ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും വണ്ടി ഇല്ലെന്ന് കണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ നമ്മുടെ സൈഡിലേക്ക് തന്നെ ചേർന്ന് വന്നാൽ ഇതേപോലെ തന്നെ നമുക്ക് വാഹനങ്ങൾ നോക്കി നമുക്ക് പേടി കൂടാതെ തന്നെ എന്ത് ചെയ്യാം, ഇതേപോലെ നമ്മുടെ സൈഡ് ചേർത്ത് തന്നെ വണ്ടി എടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നമുക്ക് വളവിന് വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ തിരിയുക. നമ്മുടെ സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആണ്, ആ സൈഡ് തന്നെ ചേർന്നിരുന്ന അങ്ങേ സൈഡ് നമുക്ക് നോക്കേണ്ട കാര്യം വരുന്നില്ല. വണ്ടി അവിടെ റൈറ്റ് സൈഡ് ഞാൻ തട്ടുകയില്ല. പലരും എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലോട്ട് പോകണമെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് നോക്കി അങ്ങ് ഒരുപാട് അങ്ങ് തിരിച്ചു വെക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി റൈറ്റിലേക്ക് പോകാനുള്ള കാരണം എല്ലാം റൈറ്റ് സൈഡ് ചേർന്ന് പോകുന്നതും എല്ലാം. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് ആക്കി തിരിക്കുക. അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് ആക്കി തിരിക്കുക. എനിക്ക് ഉദാഹരണത്തിന് ഇപ്പം എനിക്ക് അവിടുന്ന് ലെഫ്റ്റ് ആണ് എനിക്ക് പോകേണ്ടത്. ഞാനിപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് എനിക്കിപ്പം വലിയ കയറി പോകേണ്ട റോഡും വീതി ഉള്ളത് കൊണ്ട് ഞാൻ ഈ സൈഡ് തന്നെ. അപ്പൊ വീതി നിങ്ങൾ നോക്കണം, വീതി ഉള്ളതായതുകൊണ്ട് നമുക്ക് ഈ സൈഡ് തന്നെ ചേർന്ന് തിരിഞ്ഞാലും പ്രശ്നം വരുന്നില്ല. കാരണം ഞാൻ ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കി ചേർന്ന് തന്നെ വന്നു, ലെഫ്റ്റിലോട്ട് തന്നെ വന്നു, കണ്ടില്ലേ. അപ്പൊ നമുക്ക് കയറി പോകുന്ന റോഡ് വീതി കുറവും നിൽക്കുന്ന റോഡ് വീതി കൂടുതലും ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റിലോട്ട് ആക്കി എന്ത് ചെയ്യാം, തിരിച്ച് ഇതുപോലെ എടുക്കാം. നമുക്ക് വീതി കൂടുതലാണ് വഴി കാണാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങൾ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.